ഹലോ നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിലേക്ക് പോവാട്ടോ. ചേട്ടൻ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി വന്നിട്ട് ബാക്കി വിശേഷമൊക്കെ പറയാം. കുലുങ്ങാണ് വണ്ടി ഒരുപാട് അല്ലേ. ഇതൊക്കെ കണ്ടോ കറുത്ത പാടുകൾ. ഞാനിതേ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടു, ശനിദശ ബാധിച്ചവർക്കാണ് ഇത് വരണേന്ന്. നമ്മൾ കരിമംഗല്യം എന്ന് പറയണു, അല്ലെങ്കിൽ എന്തൊക്കെയോ പേര് പറയുന്നുണ്ട്. പക്ഷേ ഇത് ശനിദശ വരുമ്പോൾ ഇത് തുടങ്ങും, ശനിദശ തീരുമ്പോൾ ഇത് മാഞ്ഞു പോകുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എത്ര നമ്മൾ ക്രീമുകൾ വാങ്ങിച്ച് തേച്ചിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. അതൊന്ന് ശനിദശ ഉള്ളവരെ ഒന്ന് കമൻ്റ് ഇട്ടോളൂ. നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ നക്ഷത്രം നോക്കുമ്പോൾ അറിയാമല്ലോ ആർക്കൊക്കെ ശനിദശ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഒന്ന് കമൻ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് പോവാണ്, പോയി വന്നിട്ട് ബാക്കി വിശേഷം പറയാം. അമ്പലം എത്തിക്കഴിഞ്ഞു കേട്ടോ, ശ്രീ ധന്വന്തരി ക്ഷേത്രം. അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്നു. നല്ല തിരക്ക്, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് തിരക്കില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വേവിച്ച് വെച്ചു കേട്ടോ. ബാക്കി ചെന്നിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഞാൻ ഇന്നലെ ഇഞ്ചിക്കറി ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ ആ ഇഞ്ചിക്കറി ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ചട്നിപ്പൊടിയില്ല, ചട്നിപ്പൊടി ഇഡ്ഡലിക്ക് അതിരിപ്പുണ്ട്. ചമ്മന്തി ഒന്നും അരച്ചില്ല കേട്ടോ, സാമ്പാർ വെച്ച കാരണം പിന്നെ ചമ്മന്തി വേണ്ടാന്ന് വെച്ചു. എൻ്റെ അമ്മയെ വണ്ടി കുലുങ്ങുക. ചേട്ടൻ പ്രാർത്ഥിച്ചുകൊണ്ടോ പാട്ടൊക്കെ പാടേണ്ടിരുന്നുണ്ട്. എന്തൊക്കെയോ വെറുതെ കാണുന്നതേ നമുക്ക് പ്രാർത്ഥന എല്ലാം പ്രാർത്ഥനയിലൂടെ വോട്ടേന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാട്ടോ. ഞാനേ ഒരു സെക്കൻഡ് ഇതില്ലേ, ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. ഞാനത് അന്നേരം അമ്പലത്തിൽ എത്താറായത് കാര്യം പറയാത്തതാണ്. നമുക്ക് ശനിദശ തുടങ്ങുമ്പോഴാണ് ഇത് വരണേന്നാണ് പറയുന്നത്. അല്ലാതെ അത് ക്രീം തേച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അത് പതുക്കെ മാറണമെന്ന് പറയുമ്പോൾ നമ്മുടെ ശനിയുടെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ചിരിക്കും ഇത് വരണതും പോണതൊക്കെ. അപ്പോൾ ഞാനത് വിശ്വസിക്കുക കേട്ടോ. കാരണം ഞാനും അങ്ങനെ കുറേ ദിവസം എനിക്ക് പെട്ടെന്ന് ഒരു 1-2 വർഷമായിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ മീനരാശിക്ക് ഇപ്പോൾ ശനിയാണെന്നുള്ളത്. അപ്പോൾ അത് ശരിയാണെന്ന് ഞാനങ്ങ് വിശ്വസിച്ച് പോവുകയാണത്. അനുഭവം കൊണ്ടാട്ടോ ഇതൊക്കെ പറയണത്. പിന്നെ എന്താണ് രാവിലത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നല്ല വെയിലാണ്, അതുകൊണ്ട് ഇത്തിരി ഇതുണ്ട്. പിന്നെ നോക്കട്ടെ, വീട്ടിൽ ചെന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ ഒന്ന് കൈ കാണിച്ചേ എല്ലാവരെയും ഒന്ന്. അപ്പോൾ നമ്മളേ അമ്പലത്തിൽ പോയി വന്നിട്ട് ഇഡ്ഡലി കഴിക്കാൻ പോവാണ്. കണ്ടോ, കഴിക്കാൻ ആൾ. സാമ്പാറൊന്നും വെച്ചില്ല കേട്ടോ. ഇത് ഇഞ്ചിക്കറിയില്ലേ, ഇഞ്ചിക്കറിയും പിന്നെ ഇത് ചട്നിപ്പൊടിയിൽ എണ്ണ ചാലിച്ച് വെച്ചേക്കണത്. കാരണം സാമ്പാർ വയ്ക്കാൻ ഇനി സമയമില്ല, ഒരുപാട് സമയം എടുക്കും അത് കാരണം. അപ്പോൾ ഇഡ്ഡലി കഴിക്കട്ടെ, ഒരു 4 ഇഡ്ഡലി. നിങ്ങളുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഊണും കഴിഞ്ഞിട്ടുണ്ടാവും. ഈ എന്നും സാമ്പാറേ കൂട്ടുള്ളൂ, ചമ്മന്തിയെ കൂട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ നടക്കൂല. എല്ലാം വേണ്ടേ. പുറത്ത് പോകേണ്ട സമയത്ത് പുറത്ത് പോകണം, എന്നാൽ വീട്ടിലെ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ കുറച്ച് ഇതുപോലെയുള്ള ചട്നിപ്പൊടിയൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് ഒരു അത്യാവശ്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ, കഴിച്ചിട്ട് ബാക്കി പറയാം. പുളിയിഞ്ചി ഇഞ്ചിക്കറിയില്ലേ, അത് കൂട്ടി കഴിച്ചു നോക്കണം, നല്ലതാണ്. ദോശയ്ക്കൊക്കെ നല്ലതായിരിക്കും. കുക്കറിൽ ഞാനേ പരിപ്പ് വേവിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചേമ്പ് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ് കാണിക്കാം കേട്ടോ. കുക്കറിൽ ഇതുപോലെ ചേമ്പ് ഞാൻ എൻ്റെ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചു, അടിയിൽ വേറെ പാത്രത്തിൽ പരിപ്പ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വെന്തിട്ട് തൊണ്ട് ഉരിച്ചെടുത്താൽ മതിയല്ലോ എന്നിരിക്കുക. ഞാൻ വിചാരിച്ചു വന്നിട്ട് അപ്പം തന്നെ വേഗം സാമ്പാർ വയ്ക്കാം. അത് പകുതി വെന്ത് കഴിഞ്ഞൂല്ലോ. ഇനി വേഗം ഒന്ന് കടുക് വറുത്ത് കുറച്ച് തക്കാളി സവാളി വഴറ്റിയിട്ട് ഈ ചേമ്പിട്ട് ഇളക്കി പുളിയും ഈ പരിപ്പും എല്ലാം കൂടിയിട്ട് തിളപ്പിക്കാമെന്ന് വെച്ചു. 9:30 വിശന്നിട്ട് വയ്യ, സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ തോന്നി വേണ്ട, ആ മുളക് പൊടിയും പിന്നെ ആ പുളിയിഞ്ചി മതിയെന്ന് വിചാരിച്ചു. ചേട്ടനോടെ TV കണ്ടുകൊണ്ടിരിക്കുക. TV-ൽ നിന്ന് എന്താ അല്ലേ, പകുതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ പോയി ഉള്ള പൈസയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്താ ചെയ്യുക. ചേട്ടൻ പറയാം മലയാളികൾ ഇങ്ങനെയാണ്, നന്നാവൂല. കാരണം അവർ എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് പറയുമ്പോൾ അപ്പോൾ ഓടും. അതാണ് പറ്റുന്നത്. അങ്ങനെ പോയി ഉള്ള കുരുക്കിൽ പോയി ചാടുകയും ചെയ്യും. അവസാനം ഇതുപോലെ
എന്നിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പം മൊത്തം അതല്ലേ, എത്ര കോടി രൂപയാണ് അയാൾ തട്ടിച്ചെടുത്തേക്കണത്. കാലം പോണ പോക്ക് അങ്ങനെയാണ് കുട്ടികളെ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയാണ്. ഈ നിങ്ങൾക്ക് തോന്നും ഈ ചേച്ചി എന്താ എന്നും ഓരോ അമ്പലത്തിൽ പോണേന്ന്. സത്യമാണ്, ഞാൻ പോണത് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് വേറെ ആരോട് പറയാൻ, നമ്മുടെ ഉള്ളിൽ വിഷമമുണ്ട്, അത് നമുക്കൊരു വശത്ത്. പിന്നെ ഇതുപോലെ ചതിയിൽ പോയി ചാടാതെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പോയി പ്രാർത്ഥിക്കുക, അതേ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ദൈവം കൈവിടാതെ ഇരിക്കില്ല. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെങ്കിൽ അത്രയും നല്ലതല്ലേ. അത് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പോണത് പരമാവധി കേട്ടോ. അപ്പം അങ്ങനെയാണ്. ചിലർ പറയും പ്രായത്തിൻ്റെ ആയിരിക്കും, 50 വയസ്സ് കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ അമ്പലമായി പള്ളിയായി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമെന്ന് പറയും. അതും വേണമെങ്കിൽ പറയണവർ പറഞ്ഞോട്ടെ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്യട്ടെ, എനിക്ക് ഒരുപാട് പണിയുണ്ട്. ഇതിനൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ച് ഇഡ്ഡലി മാവ് ബാക്കി ഇരിപ്പുണ്ട്, അതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കണം. പിന്നെ പരിപ്പിൻ്റെ ആ ഇതൊക്കെ ശരിയാക്കി, അങ്ങനെ ഒത്തിരി പണി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഊണിനുള്ളത്, ഇനി ഏതായാലും ഊണിന് സാമ്പാർ വെക്കാനുള്ള പകുതി വെന്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അത് എല്ലാം കൂടി ഒന്ന് തട്ടിക്കൂട്ടി വെച്ചാൽ മതിയാവും. അപ്പോൾ ഇന്ന് ഇത്രയും മതിയില്ലേ. ഇനിയിപ്പോൾ വേറെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ സമയമില്ല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ പറയുക, ഞാനത് എന്താ പറയുക, ഇന്നലെ 2 ദിവസം വന്നില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ശനിയാഴ്ചയല്ലായിരുന്നു, ശനിയാഴ്ച രാവിലെ ട്യൂഷൻ ഉണ്ട്, സെക്കൻഡ് സാറ്റർഡേ അല്ലേ. അപ്പോൾ കുട്ടികൾ വരും കാലത്ത്, പിന്നെ പരീക്ഷ എടുത്തു തുടങ്ങി. പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ഒരു മടി വന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും അപ്പോഴേ ഞാൻ പറഞ്ഞു, ഇത് ശ്രദ്ധിച്ചോട്ടോ. ഈ പാടില്ലേ, ഈ പാട് ഞാൻ ഒരു വീഡിയോയിൽ ഒരാൾ പറഞ്ഞത് കണ്ടതാണ്. പണ്ടത്തെ ഏതോ മുനിമാരൊക്കെ ഇങ്ങനെ പറയായിരുന്നു എന്ന്. ഒരാളുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ പറയും അതിന് ശനിദശയാണെന്നുള്ളത്. അപ്പോൾ അത് ശരിയാണോ എന്ന് ഞാനൊന്ന് നോക്കണ്ടേ. അപ്പോൾ അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇത് ഒരു പക്ഷേ ശനിദശയുടെ ആണെങ്കിൽ വെറുതെ നമ്മൾ ഈ ക്രീമോ അത് ഇതും വാങ്ങിച്ച് തേച്ചിട്ട് കാര്യമില്ല. ഏതായാലും ഞാൻ കുറച്ച് തൈരൊക്കെ തേക്കുന്നുണ്ട്, കുറച്ച് തൈരും. അത് യൂട്യൂബിൽ കണ്ടിട്ട് കേട്ടോ, അല്ലാതെ ഞാൻ ബ്യൂട്ടി പാർലറൊന്നും പോയി ചെയ്യില്ല. തൈരും കുറച്ച്, പിന്നെ എന്താണ്, മറന്നുപോയി, മഞ്ഞപ്പൊടി എന്ന് പറയുമ്പോൾ നല്ല മഞ്ഞളായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് വല്ല ഇൻഫെക്ഷൻ വരും, അല്ലെങ്കിൽ അലർജി പോലെയൊക്കെ വരും. മഞ്ഞപ്പൊടി ഇട്ട് തേച്ച് ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ ഒരുപാട് ഇങ്ങനെ 2 വശത്തും ഉണ്ട്. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ ഇതിൻ്റെ തന്നെയാണ്, ശനിദശയുടെ തന്നെയായിരിക്കും. അപ്പോൾ ശനിദശ ഉള്ളവരൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ, നമുക്ക് നോക്കാം എത്ര പേർക്ക് ഉണ്ടെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇനി എൻ്റെ അടുക്കളപ്പണിയാണ് മൊത്തം. അപ്പോൾ എല്ലാവർക്കും